എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ട് പോവാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലത്തെ പണികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പുതപ്പൊന്ന് വിരിച്ച് വെക്കണം. എനിക്ക് ഏറ്റവും കൂടുതലൊരു മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിടുക എന്നുള്ളത്. എന്താണോ എനിക്കത് തീരെ ഇഷ്ടമല്ല, ഭയങ്കര മടിയാണ് അത് ചെയ്യാൻ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ അടിപൊളിയാവും. നമുക്ക് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളൊരു ഇത് വരും. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിടൽ പണി കഴിഞ്ഞു. പിന്നെ ഞാൻ വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഇന്നത്തെ ദിവസത്തെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് വോട്ടുള്ള ദിവസമാണ്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? എൻ്റെ ഫസ്റ്റത്തെ ഒരു കഞ്ഞി വോട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ വോട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഒരു വോട്ടാണ്. അപ്പോൾ ആർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയും പിന്നെ രാവിലത്തെ കുറച്ച് പണികളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുകയാണ് ഞാനായിട്ട് നിന്നിട്ട്. അങ്ങനെ കുറച്ച് ചെടി ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ചെടി തന്നെ ഉള്ളൂ, കുറവൊന്നുമില്ല. അപ്പം കുറേ ദിവസമായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ പൂക്കളൊന്നുമില്ല, ആകെ 2-3 പൂക്കളേ ഉള്ളൂ. പക്ഷേ ഈ പൂവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് കേട്ടോ ഈ ഒരു കടലാസ് ചെടി എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു കറ്റാർവാഴ ഉണ്ട്. കറ്റാർവാഴയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു പൂവാണ്, മെയ് മാസപ്പൂ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക. പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു പൂവാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ ചാമക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ നാശമായി പോയി, കുറേയൊക്കെ പിള്ളേർ പൊട്ടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ വൃത്തിയാക്കൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ചായ കുടിച്ചു. ചായക്ക് ദോശയും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എന്നെ തന്നെ വീഡിയോ എടുത്ത് ക്യാമറ കാണാത്ത പോലെ അഭിനയിച്ചിരിക്കുകയാണ്. ഞാനെല്ലാം വീഡിയോ എടുക്കുന്നതെന്നുള്ള ഒരു മട്ടിലാണ് ഇരിക്കുന്നത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ ഒരുക്കം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ ഒരു വലിയ കല്യാണത്തിന് പോവുകയാണെന്ന്. അങ്ങനെ കാര്യമായിട്ട് ഒരുങ്ങണമൊന്നുമില്ല. അപ്പോഴത്തെ ആ ഒരു ചൂടിൽ ഒരുങ്ങിയിട്ട് ഒരു കാര്യമില്ല, ഒലിച്ചു പോവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടുന്നത് സൺസ്ക്രീനാണ്. അത് അത്യാവശ്യത്തിന് തന്നെ വാരിപ്പൊത്തി തേക്കണുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേനും ഞാൻ കരിഞ്ഞു പോകും. അപ്പോൾ സൺസ്ക്രീന് നല്ലൊരു രീതിക്ക് തന്നെ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇട്ട് കൊടുക്കണം. ഞാൻ സൺസ്ക്രീൻ അതിൻ്റെ ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു ബ്രഷ് കൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഷേപ്പാക്കിയിട്ട് തുറന്ന് നോക്കുമ്പോൾ ഈ ഐബ്രോ കഴിഞ്ഞു, അതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ളൊരു ഐബ്രോ ഉണ്ട്, അപ്പോൾ പെൻസിലുണ്ട്. അപ്പോൾ അതിട്ട് ഷേപ്പ് ചെയ്ത് അതിലില്ലേന്നൊന്നും കൂടി നോക്കി, അപ്പോൾ അതിലുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുത്തു. മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം കളയുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വരക്കും, എന്നിട്ട് അത് കുറച്ച് കട്ടി കൂടും, അപ്പോൾ പിന്നെയും തുടക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ടൈം കളയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡ്, ഓവർ കളറൊന്നും ഇല്ലാത്തൊരു ഷെയ്ഡാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വോട്ടൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ബൈക്കുമേലാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ ഇക്കാക്ക് വേറൊരു സ്ഥലത്താണ് വോട്ടുള്ളത്, എനിക്ക് വേറെ സ്ഥലത്താണുള്ളത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പോകുന്ന ടൈമിൽ ആ റോട്ടിലൊരു മനുഷ്യൻ്റെ ഒട്ടില്ല, ഭയങ്കര ചൂട്, ഒരു മനുഷ്യനില്ല റോട്ടിൽ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിലാണ് കേട്ടോ എനിക്ക് വോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ട് അങ്ങനെ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് തിരക്കൊക്കെ ഉണ്ടാകുന്നു, പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് തിരക്കില്ല. കുറച്ച് 2-3 പേര് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ
തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഫസ്റ്റ് വോട്ട് കഴിഞ്ഞു. നിങ്ങൾ കമൻറ്റ് ഇടും ഞാൻ ഏത് പാർട്ടിക്കാണ് വോട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഒക്കെ പാക്ക് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എല്ലാം വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒക്കെ കൂടി ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാനുള്ളതില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു. അങ്ങനെ ഒരു റൂം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു മണി പ്ലാന്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണി പ്ലാന്റ് ആയിരുന്നു. ഇത് കൊള്ളാം, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മണി പ്ലാന്റ് ആണ്. ഇതിലൊരു 4-5 പീസ് അങ്ങനെ ഇട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവർ. പിന്നെ ഇത് വേറൊരു ഡ്രസ്സിങ് ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ പറ്റുന്നൊരു മണി പ്ലാന്റ്, ലൈറ്റ് ചെറിയൊരു രീതിയിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ്. പക്ഷെ ഇത് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായെങ്കിലും ഇതെന്തോ ലൈറ്റാണ്ട് വല്ലാണ്ട് കത്തുന്നില്ല, ഒരു ഇതില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്ത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് മേടിക്കാൻ ആൾ വന്നിട്ട് അങ്ങനെ അത് റിട്ടേൺ പോയി. അങ്ങനെ ഈ ഒരു പാണ്ടയുടെ ബാഗ് ഞാൻ ജസ്റ്റ് ഭംഗി കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് ചെറിയ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റൂമിലൊക്കെ ജസ്റ്റ് ഭംഗിക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു പാണ്ടയുടെ ബാഗ്. അത്യാവശ്യം നല്ല അടിപൊളി ബാഗാണ്. അപ്പോൾ ഇത് മേടിച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ ഇടുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.